2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജും നടിക്കുള്ള പുരസ്കാരങ്ങൾ ഉർവശിയും ബീനാചന്ദ്രനും ഏറ്റുവാങ്ങി. ആടുജീവിതത്തിന്റെ സംവിധാനത്തിന് ബ്ലസ്സിയും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കാതൽ ദ കോറിന്റെ സംവിധായകൻ ജിയോ ബേബിയും ഏറ്റുവാങ്ങി. ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ആടുജീവിതത്തിന് പൃഥ്വിരാജ് സുകുമാരൻ. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ, ചിത്രം ആടുജീവിതം. മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത്. ഈ അവാർഡ് 2 പേർ പങ്കിട്ടിരിക്കുന്നു. ആദ്യ ജേതാവ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ഉർവശിയെ സാദരം ക്ഷണിക്കുന്നു. മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് ഒരു ജേതാവ് കൂടിയുണ്ട്. തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ബീന ആർ ചന്ദ്രൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ബീനയെ സാദരം ക്ഷണിക്കുന്നു. ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രത്തിനുള്ള പ്രത്യേക പുരസ്കാരമാണ് നേടിയിരിക്കുന്നത്. ചിത്രം ആടുജീവിതം. നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ്, സംവിധായകൻ ബ്ലസ്സി. 2023 ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാര സമർപ്പണമാണ് നേടിയിരിക്കുന്നത്. കാതൽ ദ കോർ. നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ജോർജിനെ ക്ഷണിക്കുന്നു. സംവിധായകൻ ജിയോ ബേബി. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ജിയോ ബേബിയെയും ക്ഷണിക്കുന്നു. മികച്ച സംവിധായകനുള്ള പുരസ്കാര സമർപ്പണമാണിനി. ആടുജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി ബ്ലസ്സി ഐ തോമസ്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ബ്ലസ്സിയെ സാദരം ക്ഷണിക്കുന്നു. മികച്ച സംവിധായകൻ ബ്ലസ്സി ഐ തോമസ്, ചിത്രം ആടുജീവിതം. പ്രവാസ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത പുറങ്ങളെ സാങ്കേതിക മികവോടെയും സൗന്ദര്യപരമായ കൃത്യതയോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന്